ഹലോ കൂട്ടുകാരെ, ഈ അടുത്ത് ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ റെഡ് ഫോർട്ടും ഇന്ത്യ ഗേറ്റും മാത്രമല്ല കേട്ടോ, ഡൽഹിയിൽ പോകുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു മനോഹരമായ സ്ഥലമാണ് അമൃത് ഉദ്യാൻ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതിക്ക് വേണ്ടി പരിപാലിക്കപ്പെടുന്ന മനോഹരമായ ഉദ്യാനമാണിത്. മുമ്പ് മുഗൾ ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗാർഡൻ ഇപ്പോൾ അമൃത് ഉദ്യാൻ എന്ന് അറിയപ്പെടുന്നു. വർഷം മുഴുവൻ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന ഒരു ഗാർഡൻ അല്ലിത്. സീസൺ അനുസരിച്ച് പ്രത്യേക സമയങ്ങളിലാണ് ഇവിടെ വിസിറ്റേഴ്സിനെ പ്രവേശിപ്പിക്കുന്നത്. 2026 ആദ്യ പകുതിയിൽ ഫെബ്രുവരി 3 മുതൽ മാർച്ച് 31 വരെ ഈ ഉദ്യാനം തുറന്നു കൊടുത്തിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഇനി അടുത്തതായി ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 15 വരെ ഈ ഉദ്യാനം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സന്ദർശന സമയം. എന്നാൽ ലാസ്റ്റ് എൻട്രി ടൈം 5 മണിയാണ്. തിങ്കളാഴ്ചകളിൽ മെയിൻ്റനൻസ് ആയതിനാൽ ഗാർഡൻ ക്ലോസ്ഡ് ആയിരിക്കും. അമൃത് ഉദ്യാനിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെങ്കിലും മുൻകൂട്ടി ഓൺലൈൻ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രപതി ഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വിസിറ്റിംഗ് ഡേറ്റും അവൈലബിൾ സ്ലോട്ടും സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. ഇവിടെ ചെന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരിക്കരുത്, കാരണം സമ്മർ ആനുവൽസിൽ ഓൺ ദി സ്പോട്ട് ബുക്കിംഗ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് സേഫ്. എൻട്രി ആൻഡ് എക്സിറ്റ് ഗേറ്റ് നമ്പർ 35ലൂടെയാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗേറ്റ് 35ലേക്ക് ഷട്ടിൽ ബസ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അമൃത് ഉദ്യാൻ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവണം. കാരണം ഇത് വെറും ഒരു ഗാർഡൻ മാത്രമല്ല, ഡൽഹി നഗരത്തിന്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് രാഷ്ട്രപതി ഭവന്റെ ഭംഗിയും പൂക്കളുടെ നിറങ്ങളും ശാന്തമായ ഒരു അന്തരീക്ഷവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ചെറിയ എക്സ്കേപ്പാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.